നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗൂഗിൾ ഉപയോഗിക്കുന്ന ആളുകൾ, ഗൂഗിൾ പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ഞാൻ കാണിച്ചുതരാം. ഇത് ഇന്നല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഉപകാരപ്പെടും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കണ്ടുവെക്കുക. ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കില്ല. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യാണ്, ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാണ്. അതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ സെർച്ച് ചെയ്യാണ്. ഞാനിവിടെ ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ന്യൂസ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ന്യൂസിനകത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേർഡ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ, അതെന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ആ വേർഡിനകത്ത് ഇതുപോലെ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. താഴെ ഇതുപോലെ ഓപ്ഷൻ കാണാൻ സാധിക്കും. ടാപ്പ് ടു സീ സെർച്ച് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മുകളിലോട്ടൊന്ന് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്വൈപ്പ് ചെയ്യുമ്പം ആ വേർഡ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സെൻറ്റൻസോ അല്ലെങ്കിൽ വേർഡോ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ താഴെ അതിനുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. സീ മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണെന്ന് കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അതിൻ്റെ മലയാളമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതെങ്കിൽ ഇവിടെ മുകളിൽ മലയാളം എന്നുണ്ട്, സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണെന്ന് മലയാളത്തിൽ കൃത്യമായിട്ട് അതിവിടെ കിട്ടുകയും ചെയ്യും. താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും മലയാളത്തിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു സെർച്ച് ചെയ്തൊരു വെബ്സൈറ്റ്, ആ വെബ്സൈറ്റിൽ നമുക്ക് അതിൻ്റെ മലയാളം എന്താണ് അല്ലെങ്കിൽ ആ സെൻറ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് അതിൻ്റെ വ്യക്തമായ ഡീറ്റെയിൽസ് കിട്ടും. ഇനി മറ്റൊരു ഓപ്ഷൻ ഇതിനകത്ത് നമുക്ക് ഗൂഗിൾ ക്രോമിൻ്റെ ഇത് ഏറ്റവും മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ കാണിക്കും. ഇവിടെ ഗൂഗിൾ സർവീസസ് എന്നുള്ള ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ടച്ച് ടു സെർച്ച് എന്നുള്ള ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഓപ്ഷൻ കാണും, ഓണാക്കി കൊടുക്കുക. അപ്പോൾ ഈ 2 സെറ്റിങ്സ് നിങ്ങൾ ഓണാക്കിയതിന് ശേഷം വീണ്ടും നമ്മളൊരു വെബ്സൈറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് സെൻറ്റൻസ് കിട്ടി. നമുക്കത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഭാഗത്ത് അതിൻ്റെ ഡിക്ഷണറി ഡീറ്റെയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു വേർഡിൻ്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്പീക്കറിൻ്റെ ചിഹ്നം കാണും. ആ സ്പീക്കർ ചിഹ്നത്തിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഷെഡ്യൂൾ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും വേർഡ് കിട്ടിയാൽ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ ഏതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ്, ഡിക്ഷണറി ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഗൂഗിൾ ക്രോമിനകത്ത് നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഭാഗത്തേക്കൊന്നും ഇവിടെ കാണാൻ നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ട്രാൻസ്ലേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് നമുക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇംഗ്ലീഷിലുള്ളൊരു വെബ്സൈറ്റാണ്, അല്ലെങ്കിൽ ഹിന്ദിയിലുള്ളൊരു വെബ്സൈറ്റാണ്, അല്ലെങ്കിൽ അറബിയിലുള്ളൊരു വെബ്സൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്കത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ച് നോക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ ട്രാൻസ്ലേഷൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഓൾറെഡി ഇംഗ്ലീഷിലാണുള്ളത്. ഇവിടെ കാണുന്ന സെറ്റിങ്സിൻ്റെ ചിഹ്നത്തിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം മോർ ലാംഗ്വേജ് എന്നൊരു ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമ്മൾ ആദ്യം മലയാളം സെലക്ട് ചെയ്തെടുക്കുക. മലയാളം ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കണ്ട ആ വെബ്സൈറ്റ് ഇതാ ഇവിടെ മലയാളത്തിൽ വന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വെബ്സൈറ്റോ നിങ്ങൾ സ്കൂൾ പാഠപുസ്തകങ്ങളൊക്കെ സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ വെബ്സൈറ്റോ പാഠപുസ്തകങ്ങളൊക്കെ ഇത്തരത്തിൽ ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ മലയാളത്തിൽ അത് വായിച്ച് നോക്കാൻ കൃത്യമായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ മലയാളത്തിലാക്കിയ ശേഷം നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ ഈ മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ലിസൺ ടു ദിസ് പേജ് എന്നൊരു ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മലയാളത്തിൽ വായിച്ച് തരികയും ചെയ്യും. വാർഷിക ഭീകരത 2025 ശേഷം നമുക്കിങ്ങനെ മലയാളത്തിൽ കൃത്യമായിട്ട് ഇത് വായിച്ച് തരികയും ചെയ്യും. ഇനി വായിച്ച് തരുന്നത് സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ 1 എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് എത്രയാണോ സ്പീഡ് വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് സ്പീഡിൽ അത് വായിച്ച് കേൾക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും സൗകര്യമുണ്ട്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഗൂഗിൾ ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.